ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ തിരുവനന്തപുരത്തെ വസതിയിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നാളെ രാവിലെ 7 മണിക്ക് മുടവൻമുകളിലെ വസതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛൻ്റെ അടക്കം സംസ്കാര ചടങ്ങുകൾ അവിടെയാണ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. വീട്ടിലാണ് ഇപ്പോൾ അമ്മയുടെ മൃതദേഹം ഉള്ളത്. ഇപ്പോൾ അമൃത ആശുപത്രിയിലെ ജീവനക്കാരടക്കം ഡോക്ടർമാരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് മൃതദേഹം മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി അതിനുശേഷം പൊതുദർശനത്തിനായി മൃതദേഹം വയ്ക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ നാളായി കിടപ്പിലായിരുന്നു അമ്മ. വീൽ ചെയറിൽ കൊണ്ടുവന്നിരുത്തി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളൊക്കെ കാണാനും ഒക്കെ കഴിയുമെന്നുള്ളതിനപ്പുറത്തേക്ക് തീർത്തും വയ്യാത്തൊരവസ്ഥയിൽ കൂടിയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ ഉണ്ടായിരുന്നത്. 90 വയസ്സായിരുന്നു. സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. മമ്മൂട്ടി അടക്കമുള്ളവർ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുവാനായി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പൊതുദർശനം നടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ അമ്മയുടെയൊക്കെ ഒരു പിന്തുണയില്ലായിരുന്നെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയെ മലയാളത്തിനോ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കോ ലോക സിനിമയ്ക്കോ ലഭിക്കില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. കാരണം അത്രത്തോളം മകൻ്റെ സിനിമയ്ക്ക് വേണ്ടി പൂർണ്ണമായും മകൻ്റെ താല്പര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടി നിൽക്കുകയും അവർക്ക് വേണ്ടി മുഴുവൻ സമയവും ത്യജിക്കുകയും ചെയ്തൊരമ്മ കൂടിയാണ് അവർ. കാരണം ആദ്യ സിനിമ പോലും അത്ര തിയേറ്ററുകളിലേക്ക് എത്തുകയൊന്നും ചെയ്യാതിരുന്നു. വീട്ടുകാരുടെയൊക്കെ പിന്തുണയിൽ നിർമ്മിച്ച സിനിമയാണ്. ഏതൊരച്ഛനും അമ്മയൊക്കെ ഇനി പഠിക്കാൻ പോയിക്കൂടെ എന്ന് ചോദിച്ചിരുന്ന സമയത്താണ് പിന്നീട് അടുത്ത സിനിമയിലേക്ക് മോഹൻലാൽ എത്തുന്നതും വില്ലൻ വേഷത്തിലേക്കാണ് എത്തുന്നതും. ഒരു പഠിക്കാൻ തരക്കേടില്ലാത്തൊരു മകനായിട്ട് കൂടി മറ്റ് കരിയറിൽ മറ്റ് മാർഗങ്ങളൊന്നും നോക്കാതെ തന്നെ മകൻ്റെ താല്പര്യത്തിന് സിനിമ തന്നെ താല്പര്യമെങ്കിൽ അതുമായി മുന്നോട്ട് പോട്ടെ എന്ന് തീരുമാനിക്കുകയും അതിൽ മകൻ വലിയ ആളാകി മാറുന്നത് മുമ്പിൽ കാണുകയൊക്കെ ചെയ്ത ആളാണ് ഈ അമ്മ. വല്ലപ്പോഴെങ്കിലും വീട്ടിലേക്ക് വരും. അപ്പോൾ അമ്മ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഒരു ദിവസത്തേക്കായിട്ട് വരണ്ട, 1-2 ദിവസം നിൽക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ മതിയെന്ന് പറയും. ഒപ്പം തന്നെ ഒരു പുതിയ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ അഭിപ്രായം അറിയാൻ അമ്മയെ വിളിച്ച് ചോദിക്കും. അമ്മയൊന്ന് അമ്മയുടെ പരിചയക്കാരെന്ന് വിളിച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക എന്ന് പറയുമെന്നാണ് അമ്മ തന്നെ പറയാറുള്ളത്. അങ്ങനെ എൻ്റെ ഭാഗത്തു നിന്ന് സിനിമ നല്ലതാണെന്ന് കേട്ടു എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ആശ്വാസമാണ് ലാലുവിന് എന്നാണ് അമ്മ പണ്ടൊരിക്കലും ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തത്. തിരുവനന്തപുരം ഭാഗത്തേക്ക് സിനിമയുടെ പ്രതികരണം എന്താണെന്നറിയാൻ അമ്മ ആശ്രയിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി. പിന്നീട് അമ്മയുടെയും അച്ഛൻ്റെയും പേരിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ രൂപീകരിക്കുകയും അതിലൂടെ ഒരുപാട് പേർക്ക് സഹായം എത്തിക്കുകയൊക്കെ ചെയ്തു. മോഹൻലാലിനെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് താനുള്ള കാലത്തോളം തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും അതിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയൊക്കെ ചെയ്തതാണ് മോഹൻലാൽ അമ്മയ്ക്കൊപ്പം നിന്നത്. ഇക്കഴിഞ്ഞ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച പോലും മോഹൻലാൽ ഓടിയെത്തിയത് അമ്മയുടെ അടുത്തേക്കായിരുന്നു. പിന്നീടും അമ്മയുടെ അടുത്തേക്ക് എപ്പോഴും വരുമായിരുന്നു. കാരണം എളമക്കരയിൽ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ വീട് സജ്ജീകരിച്ച് അമ്മയെ പരിചരിക്കാൻ വേണ്ടിയാണ് ഒട്ടനേകം ആളുകളെയൊക്കെ നിർത്തി സ്ഥിരമായി എല്ലാ ദിവസവും ഡോക്ടർമാരുടെ ഒരു ശുശ്രൂഷ ഉറപ്പാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഒരു മകൻ കൂടിയാണ് മോഹൻലാൽ. അമ്മ ഇപ്പോൾ പെട പറയുമ്പോൾ അത് ആ മകനെ സംബന്ധിച്ചോളം ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ്. ദുഃഖകരമായ നിമിഷങ്ങളാണ്. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനം നടക്കുകയാണ്. മാധ്യമങ്ങൾക്ക് വീടിനകത്തേക്ക് പ്രവേശനമില്ല. വീടിന് പുറത്താണ് മാധ്യമങ്ങൾ ഉള്ളത്. എന്തായാലും ഈ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നാൽ ഒരു പ്രതികരണം അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ് എന്ന് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ മരണം സംഭവിച്ചത്. ഏറെക്കാലമായി അസുഖബാധിതയായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളിലൊക്കെ ഏറെ കാലമായി മോഹൻലാലിൻ്റെ അമ്മയൊക്കെ പങ്കെടുത്തിട്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. ആ മരണവിവരം അറിഞ്ഞ് ഒട്ടനേകം പേരാണ് ഈ എളമക്കരയിലെ വീട്ടിലേക്ക് എത്തുന്നത്. എളമക്കരയിലെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ്. ശരി സൈഫുന്നിസ.